നമ്മൾ സാധാരണ ഇലക്ട്രിക് ബാറ്റ് ഉപയോഗിച്ചിട്ട് കൊതുകിനെയും ഈച്ചനെയും ഒക്കെ കൊല്ലാറുണ്ട് അല്ലെ? ഈ സാധനം ഉപയോഗിച്ചിട്ട്. എന്നാൽ അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ഇതുപോലെയുള്ള മസലകൾ കൂടുതൽ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കാണുക. ബഹുമാനപ്പെട്ട അബൂദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥമായ സുന്ന അബൂദാവൂദ് എന്ന് പറയുന്ന കിതാബില് ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവര് ഉറുമ്പുകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി. അവര് ചില സ്വഹാബത്ത് ആ ഉറുമ്പുകളെ തീ വെച്ച് കരിച്ചു കളഞ്ഞു. ഇത് കണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പിനെ കരിച്ചു കളഞ്ഞത്? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളാണ് നബിയെ. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ജീവനുള്ള വസ്തുവിനെയും കരിച്ചു കളയാനുള്ള, തീ കൊണ്ട് കൊല്ലാനുള്ള അധികാരം നമുക്ക് ഇല്ല. അത് അള്ളാഹുവിനിക്ക് മാത്രമേ ഉള്ളൂ. കൊല്ലാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, കരിച്ചു കളയാനുള്ള, കരിച്ചുകൊണ്ട് തീ കൊണ്ട് കൊല്ലാനുള്ള അധികാരം അള്ളാഹുവിനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബാറ്റ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ കൊതുക്, അതുപോലെ തന്നെ ഈച്ച പോലെയുള്ള പ്രാണികളെ നമ്മൾ കരിച്ചു കളയുകയാണ്. കരണ്ട് ഷോർട്ട് സർക്യൂട്ടിലൂടെ നമ്മൾ അതിനെ കരിച്ചു കളയുകയാണ്. നമുക്ക് തന്നെ കാണാൻ കഴിയും. കുറച്ചുകൂടി ആ സ്വിച്ച് ഒന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് പുക ഉയരുന്നതായിട്ടും ആ ശരീരം കത്തിക്കരിഞ്ഞുള്ള മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ? അപ്പൊ അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ ബാറ്റ് കൊണ്ട് കൊതുകിനെയൊക്കെ കൊല്ലാൻ പറ്റുന്ന സമയമുണ്ട്. അതെപ്പോഴാണ്? അത് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഷോർട്സ് സമയം തികയാതെ വരും. അത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഉച്ചാസ് ക്രിയേഷൻ എന്നെഴുതിന്റെ താഴെയുണ്ട്, എല്ലാവരും ഒന്ന് പോയി കാണുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.